നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേഴ്സുമാരുടെ സമരം, അമലയിലും ജൂബിലിയിലും നടന്ന സമരത്തെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എൻ്റെ നിലപാട് ഞാൻ അതിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നലെ ഞാൻ ജൂബിലി ആസ്പത്രിയിൽ കിടക്കുന്ന രോഗിയെ സന്ദർശിക്കാനായിട്ട് പോയിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി. ഡയമണ്ട് ബിൽഡിങ്ങിൽ ന്യൂറോ സർജൻ വാർഡിൽ കിടക്കുന്ന രോഗിയെ, 4-ാം നിലയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ കയറിയപ്പോഴാണ് ആ വാർഡിൽ വളരെ കുറച്ച് രോഗികൾ മാത്രമേ ഉള്ളൂ. മുൻപ് ഞാൻ പോയിരുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ തിരക്ക് പിടിച്ച വാർഡുകളിലായിരുന്നു. ആ വാർഡുകളിൽ ആകെ 2 നഴ്സുമാരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രോഗിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ആളുകളെ സീരിയസ് ഉള്ള ആളുകളെ മാത്രമാണ് ഇവിടെ നിർത്തുന്നുള്ളൂ. എത്രയും വേഗം ഉടനെ തന്നെ അവരെ ഡിസ്ചാർജ്, ഭേദപ്പെട്ടാൽ ഉടനെ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് കൂടുതൽ ദിവസം നോക്കാനായിട്ട്, ചികിത്സിക്കാനായിട്ട് അവർ ഒരു നഴ്സുമാരുടെ അഭാവമായിരിക്കാം പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ സമരം UNAയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെന്താ കാരണമെങ്കിൽ, അവരുടെ ഉള്ളിലെ ആഗ്രഹം ഈ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അമല ആശുപത്രിയെയും ജൂബിലി ആശുപത്രിയെയും മിഷൻ ഹോസ്പിറ്റലുകളെയും തകർക്കാനായി ഏതോ ഛിദ്രശക്തികളിൽ നിന്നും മൗനാനുവാദം വാങ്ങിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുകയോ ചെയ്തിട്ട് കഴിഞ്ഞ 110 ദിവസമായി അവർ നടത്തി വന്ന സമരം ഈ ഷാ ഉദ്ദേശിച്ചതുപോലെ തീരാൻ ആയിട്ടുണ്ടായിരിക്കാം. കാരണം എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഒട്ടേറെ രോഗികൾക്ക് വളരെ ആശ്വാസകരമായ മിഷൻ ഹോസ്പിറ്റലുകളാണ് ഈ അമലയും ജൂബിലിയും. ഇവിടെയൊക്കെ ആളുകൾ വളരെയധികം, രോഗികൾ, പേഷ്യൻസ് വളരെ കുറയാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ UNA സംസ്ഥാന തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ നേതാക്കന്മാരാന്ന് പറയുന്ന ആളുകൾ അവരുദ്ദേശിച്ച അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. പക്ഷേ നേഴ്സുമാരാണ് അവരുടെ വാക്കും കേട്ട് സമരത്തിനിറങ്ങി 110 ദിവസം കളഞ്ഞ നേഴ്സുമാരാണ് ഇപ്പോൾ വിട്ടികളായിരിക്കുന്നത്. ഇന്നലെ മിഷൻ ആസ്പത്രിയുടെ പരിസരത്ത് ഞാൻ നോക്കിയപ്പോൾ കസാരകൾ അട്ടിയിട്ട് ചങ്ങലക്കിട്ട് വെച്ചിട്ടുണ്ട്. വേറെ കുറേ ടാർപ്പായകൾ അവിടെ മതിലിന്മേൽ കെട്ടി വെച്ചിട്ട് കാണാനുണ്ട്. സമരം അവസാനിപ്പിച്ച് പോലെയാണോ എന്ന് പറയാൻ മുഴുവൻ കഴിയില്ല, കാരണം കസാരകൾ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലൊരു കാര്യം ഉറപ്പാണ്, ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രാവശ്യം 3 തവണയിലധികമായി അവരോട് തിരിച്ചു കയറാനുള്ള സൗകര്യം കൊടുത്തു. എന്നിട്ടും സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാതെ സർക്കാരുമായി ഏറ്റുമുട്ടി, തൊഴിൽ വകുപ്പുമായി ഏറ്റുമുട്ടി ഒക്കെ നിന്നു. ഇപ്പോൾ മനസ്സിലായിടത്തോളം സർക്കാർ കൃത്യമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മിനിമം വേജസ് നടപ്പിലാക്കണമെങ്കിൽ ഏകദേശം 2 മാസത്തോളം സമയം പിടിക്കും. അപ്പോൾ ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള കാര്യം അവർക്ക് മനസ്സിലായി, ഏകദേശം 2 മാസത്തോളം കഴിയും ഈ കാര്യം എന്തെങ്കിലും ചെറിയൊരു ആശ്വാസത്തോടുകൂടി പിൻവലിക്കാം, അല്ല മറ്റേതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി. അപ്പോഴാണ് UNAയുടെ നേതാവിനൊരു കുബുദ്ധി തോന്നിയത്, സഭാ ആസ്ഥാനത്തേക്ക് കയറാൻ. അത് തന്നെ അവരുടെ അന്തകനായി മാറിക്കഴിഞ്ഞു. ആ തീരുമാനം, ആ നടപടി നേഴ്സുമാരുടെ സമരത്തിൻ്റെ അന്തകനായി മാറിയപ്പോൾ ഇപ്പോൾ സമരം ഇനി എത്രയും പെട്ടെന്ന് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറുനാടൻ്റെ ഷാജനുമൊക്കെ ഇടപെട്ട് മുഖ്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയെയും ഒക്കെ ആരോഗ്യമന്ത്രിയെയും കണ്ട് സംസാരിച്ചെങ്കിൽ കൂടി കൃത്യമായൊരു മറുപടി ഇങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്: 2 മാസത്തോളം കഴിയും ഗവൺമെൻറ്. അപ്പോൾ ഈ UNAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നേഴ്സുമാർക്കും, സംസ്ഥാനത്തെ മുഴുവൻ നേഴ്സുമാർക്കും ഒരേ ശമ്പളം ലഭിക്കണമെന്നല്ല ആഗ്രഹം. അവരെ സംബന്ധിച്ചോളം ബാക്കി എല്ലായിടത്തും നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ബാക്കി അമലയിലും ജൂബിലിയിലും മിഷൻ ഹോസ്പിറ്റലിൽ മാത്രമാണ് ശമ്പളം കിട്ടാത്തതെന്ന രീതിയിലാണ്.
എനിക്ക് അവരോട് നേഴ്സുമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് പോകണം. ഇത് സർക്കാർ ഉത്തരവൊന്നുമല്ലല്ലോ, സർക്കാർ ഹോസ്പിറ്റലുകളൊന്നുമല്ലോ. നിങ്ങൾക്ക് വേറെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോകാനുള്ള സൗകര്യമുണ്ടല്ലോ. മിഷൻ ആസ്പത്രികളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള സേവന സന്നദ്ധരായ മിഷണറിമാരെ സഹോദരങ്ങളാണ് അവരവിടെ ജോലി ചെയ്യാനായിട്ട് താല്പര്യപ്പെടേണ്ടത്. അല്ലാത്തവർ കൂടുതൽ ശമ്പളം കിട്ടുന്ന മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് പോകണം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഗവൺമെൻറ്റിന് ഹോസ്പിറ്റലുകളിലേക്ക് നഴ്സുമാരെടുക്കാനും അത് സ്ഥിരമായതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കാനൊക്കെ സാധിക്കുക. അങ്ങനെയാണ് ഒരു മിഷൻ ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം വൈദികർ നടത്തുന്ന സന്യസ്ത അതിരൂപതയുടെ കീഴിലുള്ള ജൂബിലി ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് മാക്സിമം കരുണ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ക്ഷമിച്ചിട്ടും, നിങ്ങൾ ഈ സമരങ്ങളൊക്കെ നടത്തി ക്ഷമിച്ചിട്ടും നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഇല്ലാതെ നിങ്ങൾ തിരിച്ചു കയറിക്കോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും. ഗവൺമെൻറ്റും കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കളക്ടറേറ്റിലെ ലേബർ ഓഫീസിലേക്ക് തള്ളിക്കയറി എന്തൊക്കെയാണ് ചെയ്ത്, നിങ്ങളുടെ പേരിലൊരു നടപടി ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് സമരം നടത്തിയെങ്കിൽ വലിയ ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യമായിട്ടുള്ള സമരം ഉണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും, ജയിലിലേക്ക് പോകേണ്ട ആവശ്യം, സിവിൽ സ്റ്റേഷൻ ഉണ്ടാവും. ഇതൊന്നും അങ്ങനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെതിരെ ഇങ്ങനെ ശക്തമായൊരു നടപടിയൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഗവൺമെൻറ്റും പരമാവധി നിങ്ങളെ സഹായിച്ചു. എന്നിട്ടും കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വൈദികരെയും സന്യസ്തരെയും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരെയും ഒക്കെ അവഹേളിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങളാണ്. ഇനി എന്തായാലും അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ പോലെ സഭയും ആ രീതിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. നാളെ മുതൽ അവരും അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാകുന്നത്. എൻ്റെ സഹോദരങ്ങളായ നഴ്സുമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറി സർക്കാരിൻ്റെ മിനിമം വേജസ് എന്നുള്ള പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ ഇനി സത്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഈ സമരം ചെയ്ത ആശുപത്രികളിലേക്ക് പോകാതെ മറ്റേതെങ്കിലും ആശുപത്രികളിലേക്ക് പോയി അവിടെ നല്ല സേവനം നടത്താനും ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നഴ്സുമാരെ സമരം തൊഴിൽ സമരങ്ങളോടൊന്നും നമ്മൾ എതിർപ്പൊന്നുമില്ല, എതിർക്കാനും ഉള്ള നിലപാടുമില്ല. സമരങ്ങൾ ആവശ്യമാണ്, ആവശ്യമായ കാര്യങ്ങൾക്കാണ്. അത് അടിസ്ഥാനപരമായി നമ്മളെ അടിമകളായി കാണുക അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നേഴ്സിംഗ് മേഖലയിൽ സമരം എടുക്കുമ്പോൾ ഒരു അത്യാവശ്യ സർവീസ് എന്ന രീതിയിലാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള സമരം മറ്റ് സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരങ്ങളെപ്പോലെ നിങ്ങളാകരുത്. നല്ല രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സമയവും ഇതും എത്രയോ ബുദ്ധിമുട്ടിയാണ് സമരങ്ങളൊക്കെ നിങ്ങൾ നടത്തിയത്. അതെന്തായാലും ആ സമരങ്ങളൊക്കെ അവസാനിപ്പിച്ച് എത്രയും വേഗം നല്ല രീതിയിൽ നിങ്ങൾ ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു.